ഹലോ! ഇന്ന് ഞാൻ തൃശ്ശൂർക്കാരുടെ സ്വന്തം ഉളോഷിയാണ് ഉണ്ടാക്കണേ ട്ടോ. ഇതിലേക്ക് നാളികേരോ, പുളിയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് സിമ്പിളാണ്. ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ട്ടോ. അങ്ങനെയുള്ളൊരു വിഭവമാണിത്. ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് ഒരു കുമ്പളങ്ങ, 250 ഗ്രാം പരിപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ മിളകും, ആഹ് മഞ്ഞപ്പൊടിയും അത്രേ വരുന്നുള്ളൂ ട്ടോ. അതിനായി ഒരു ചെറിയ കുമ്പളങ്ങ കഴുകി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മള് പരിപ്പ് കഴുകി റൈസ് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലോട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള കുമ്പളങ്ങ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. കുറച്ച് വേവായതിന് ശേഷം അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെയും അത് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിക്കുന്നുണ്ട് ട്ടോ. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ട്ടോ. മുളക് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു 1/2 സ്പൂണ് ഷുഗർ കൂടി അതിലൂടെ ചേർത്ത് കൊടുക്കാം ട്ടോ. പിന്നെ അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കുക. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം ട്ടോ. നല്ലപോലെ കുറുകി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം ട്ടോ. ഒന്ന് കുറുകി വരുമ്പോൾ ഒരു പിടി കറിവേപ്പില അതിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മൊളോഷ്യ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് ട്ടോ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.